നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഒക്ടോബർ 15 വരെ മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. തെക്കുകിഴക്കൻ അറബിക്കടലിനും അതിനോട് ചേർന്ന വടക്കൻ കേരള തീരത്തിനും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുമുണ്ട്. അതിനാൽ ഒക്ടോബർ 15 വരെ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യത ഏറെയാണ്. വിവിധ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. യെല്ലോ അലർട്ട് 12-ാം തീയതി പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലയിലും, 13-ാം തീയതി പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, വയനാട് ജില്ലകളിലും, 14-ാം തീയതി പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലും, 15-ാം തീയതി എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിലുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. രാജ്യത്ത് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നിലനിൽക്കെ ഫുജൈറയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ തുടങ്ങി. മലയിടുക്കുകളിൽ നിന്ന് താഴേക്ക് വെള്ളം കുത്തിയൊലിപ്പിച്ചപ്പോൾ മനോഹരമായ മിനി വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെട്ടത് പ്രകൃതി സ്നേഹികൾക്ക് വിരുന്നായി മാറിയിരിക്കുകയാണ്. മഴയുടെ ഈ മാസ്മരിക കാഴ്ചകൾ കാണാൻ ഒട്ടേറെ പേരാണ് റോഡരികിൽ വാഹനം നിർത്തി തടിച്ചുകൂടിയത്. UAE-യിൽ ചൊവ്വാഴ്ച വരെ അസ്ഥിര കാലാവസ്ഥ എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ശക്തമായ മഴയ്ക്ക് ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്ന വിവരവും വരുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ലോകത്തെമ്പാടുമുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഇങ്ങനെ മാറി മറിയുന്നു എന്നാണ് വ്യക്തമാകുന്നത്. രാജ്യത്തെ കാലാവസ്ഥാ വകുപ്പ് നൽകിയ മുന്നറിയിപ്പുകളെ തുടർന്ന് ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വൈകിട്ട് 10 വരെയാണ് ഈ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നത്. തെക്കു നിന്നുള്ള ഉപരിതല ന്യൂനമർദ്ദത്തിന്റെ വ്യാപനവും താരതമ്യേന തണുപ്പും ഈർപ്പവുമുള്ള വായുവിന്റെ സാന്നിധ്യവുമാണ് UAE-യിൽ അസ്ഥിരമായ കാലാവസ്ഥയ്ക്ക് കാരണമാകുന്നത്. ഫുജൈറയുടെ ചില ഭാഗങ്ങളിൽ മഴയോടൊപ്പം ശക്തമായ കാറ്റ് വീശിയതിനെ തുടർന്ന് പൊടിപടലങ്ങൾ ഉയർന്നു പോകുന്നതും കാഴ്ചാപരിധി കുറയ്ക്കുന്നതും ചെയ്യുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട്. രാജ്യത്ത് ചൊവ്വാഴ്ച വരെ നേരിയതോ മിതമോ ആയിട്ടുള്ള മഴ തുടരാൻ സാധ്യതയുണ്ടെന്നും ചിലയിടങ്ങളിൽ കനത്ത മഴയ്ക്കും സാധ്യതയുണ്ടെന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴ പ്രധാനമായും രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലകളിലായാണ് ഉണ്ടാകുന്നത്. എന്നാൽ പടിഞ്ഞാറൻ ഉൾപ്രദേശങ്ങളിലേക്കും മഴ വ്യാപിച്ചേക്കാം. UAE-യുടെ ചില ഭാഗങ്ങളിൽ ഈ സമയത്ത് ആലിപ്പഴ വർഷത്തിലും താപനില കുറയാനും സാധ്യതയുണ്ട്. ശക്തമായ കാറ്റ് വീശുന്നത് പൊടിശല്യത്തിന്, മണൽക്കാറ്റിനും കാരണമാകുന്നുണ്ട്. അറേബ്യൻ ഗൾഫിലും അതുപോലെ തന്നെ ഒമാൻ കടലിലും നേരിയതോ മിതമോ ആയിട്ടുള്ള തിരമാലകൾ ശക്തമാകാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും കാലാവസ്ഥ അങ്ങനെ മാറി മറിയുകയാണ്. അങ്ങനെ മാറുന്ന ഘട്ടത്തിൽ തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത് ഒരു കാലാവസ്ഥയുടെ പൊടിപടലം കാരണം ബുദ്ധിമുട്ടുന്നവരുമുണ്ട്, എന്നാൽ കാലാവസ്ഥയുടെ മറ്റൊരു മുഖമായ മഴ കാരണം ബുദ്ധിമുട്ടുന്നവരുമുണ്ട്. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ വിവിധ രീതിയിലാണ് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. ഓരോരുത്തർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ മഴ കാരണം മനോഹരമായ കാഴ്ചകൾ ലഭിക്കുന്നവരുണ്ട്, മഴ കാരണം ദുരിതത്തിൽപ്പെടുന്നവരുമുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ട ഘട്ടം ഈ മഴയാകുമ്പോൾ ഉണ്ടാകുന്നുണ്ടെന്നാണ് വ്യക്തമാകുന്നത്.